2010-ലായിരുന്നു സംവിധായകൻ സിദ്ദിഖ് ബോഡിഗാർഡ് സിനിമയൊരുക്കുന്നത്. മലയാളത്തിൽ ദിലീപും നയൻതാരയുമായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത്. തമിഴിലും കന്നഡയിലും തിളങ്ങി നിന്നിരുന്ന നയൻതാര ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് തിരികെയെത്തിയ ചിത്രം കൂടിയായിരുന്നു ബോഡിഗാർഡ്. മലയാളത്തിൽ തിയേറ്ററിൽ വൻ വിജയം നേടിയില്ലെങ്കിലും ചിത്രം ഹിറ്റായി. 2011-ൽ സിദ്ദിഖ് തന്നെ ഇത് ഹിന്ദിയിലും തമിഴിലും ചിത്രം റീമേക്ക് ചെയ്തിരുന്നു. ഹിന്ദിയിൽ സൽമാൻ ഖാനും കരീന കപൂറുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. സൽമാനൊപ്പം ജോലി ചെയ്തതിന്റെ അനുഭവം സഫാരി ചാനലിലെ ചരിത്രം എന്നിലൂടെ എന്ന പരിപാടിയിലൂടെ സിദ്ദിഖ് മുൻ പങ്കുവച്ചിരുന്നു. വളരെ പോസിറ്റീവായി സൽമാൻ കാര്യങ്ങളെടുത്തുകൊണ്ടാണ് തനിക്ക് ആ സിനിമ ചെയ്യാനായതെന്നാണ് സിദ്ദിഖ് പറഞ്ഞത്. വളരെ ഹ്യൂമർ സെൻസുള്ള ആളാണ് സൽമാൻ ഖാൻ. ബോഡിഗാർഡ് ഹിന്ദിയിലേക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അദ്ദേഹം വളരെ തമാശയായി എന്നോട് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളുണ്ടല്ലേ മലയാളത്തിൽ? അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു ആ ഉണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ സൽമാൻ പറഞ്ഞു, ഒരു ദിവസം നാട്ടിൽ നിന്ന് ഒരു 2 കോളെങ്കിലും വരുന്നുണ്ട്, ഈ സിനിമ ചെയ്യരുത്, ഇത് ഭയങ്കര ഫ്ലോപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടെന്ന്. എന്നിട്ട് സൽമാൻ ചിരിക്കുകയായിരുന്നു. അതവിടെ ഫ്ലോപ്പായത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതിവിടെ വർക്കാകുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനീ സിനിമ ചെയ്യുന്നതെന്ന് സൽമാൻ അവരോടൊക്കെ മറുപടി പറഞ്ഞു. വളരെ പോസിറ്റീവായിട്ട് സൽമാനും വിജയും ഈ സിനിമ എടുത്തതുകൊണ്ടാണ് തമിഴിലും ഹിന്ദിയിലും എനിക്ക് ചെയ്യാനായത്. അത്രയും അറ്റാക്ക് ഈ സിനിമയ്ക്ക് നേരെയുണ്ടായിരുന്നു, സിദ്ദിഖ് പറഞ്ഞു. ബോളിവുഡിൽ ബോഡിഗാർഡ് സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു. ഏകദേശം 250 കോടിക്ക് മുകളിൽ ചിത്രം കളക്ഷൻ നേടിയിരുന്നു. ചിത്രത്തിലെ പാട്ടുകളും വൻ ഹിറ്റായിരുന്നു. പ്രിയപ്പെട്ട സംവിധായകന്റെ വേർപാടിൽ ഞെട്ടൽ രേഖപ്പെടുത്തുകയാണ് മലയാളികളും സിനിമ ലോകവും. നിരവധി പേരാണ് അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായെത്തുന്നത്.